ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതിന് ഇവിടെ സവാള എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ രണ്ട് തരത്തിൽ സവാള കട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് കുറച്ച് നൈസായിട്ട്, പിന്നെ നോർമലായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത് പോലെ കേട്ടോ. നെയ്ച്ചോറ് വെക്കാനായിട്ട് 1 കിലോ അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അരി 2 തവണ നല്ലതുപോലെ കഴുകിയിട്ട് വെള്ളം വാർന്നു പോകാനായിട്ട് വെക്കണം കേട്ടോ. കുക്കറിലാണ് കേട്ടോ ചോറ് വെക്കുന്നത്. അതിനായിട്ട് ആദ്യം കുറച്ച് നെയ്യ് ഒഴിക്കണ്ടേ. നെയ്യ് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് അതിലേക്ക് അണ്ടിപ്പരിപ്പിട്ട് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് വറുത്ത് കഴിഞ്ഞ ശേഷം ആ നെയ്യിലേക്ക് തന്നെ കുറച്ച് മുന്തിരിയും ഉണക്കമുന്തിരിയും കൂടി ഇട്ട് വറുത്തെടുക്കണ്ടേ. ഉണക്കമുന്തിരി വറുത്ത് കോരിയതിന് ശേഷം അതേ നെയ്യിലേക്ക് നൈസായി അരിഞ്ഞു വെച്ച സവാള കൂടിയിട്ട് നമുക്ക് വറുത്തെടുക്കാം. സവാള ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊടി ഉപ്പാണ് ഇടുന്നത്. സവാള വഴണ്ടി വരുന്ന സമയത്ത് അതിലേക്ക് 1/2 സ്പൂണ് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര ചേർക്കുന്നത് സവാള വാരിയെടുത്ത് കഴിഞ്ഞാൽ ക്രിസ്പി ആയിട്ട് ഇരിക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള റെഡി ആയിട്ടുണ്ട്. ഇനി ഇതും വാരിയെടുക്കാം. ഇനി നമുക്ക് നെയ്ച്ചോറ് വയ്ക്കാൻ വേണ്ട സാധനങ്ങൾ ആദ്യം കാണിക്കാം. കറുവപ്പട്ട ഒരു 3 പീസ് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഏലക്ക, ഒരു 4-5 ഏലക്ക എടുത്താൽ മതി. പിന്നെ വേണ്ടത് ഗ്രാമ്പുവാണ്. അതും ഒരു 3-4 എടുക്കാം. വീണ്ടും അതേ കുക്കറിലേക്ക് കുറച്ചുകൂടി നെയ്യ് ഒഴിക്കണ്ടേ. നെയ്യ് ചൂടായി വരുമ്പോൾ എടുത്തു വെച്ച സാധനങ്ങൾ ഓരോന്നായി ഇട്ട് കൊടുക്കുക. കറുവപ്പട്ട, ഏലക്ക, അതുപോലെ ഗ്രാമ്പു. ഇതെല്ലാം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള നമ്മൾ ആദ്യം 2 പ്ലേറ്റിൽ കട്ട് ചെയ്ത് വെച്ചത് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ നൈസായി കട്ട് ചെയ്ത് വെച്ചത് ആദ്യം ഇട്ടു. ഇത് 2ാമത്തെ പ്ലേറ്റിലെയാണ്. ഇനി സവാളയെ നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് അരി ഇടുന്നുണ്ട് കേട്ടോ. അരിയിലെ വെള്ളമൊക്കെ മുഴുവനായിട്ട് വാർന്നു പോയിട്ടുണ്ട്.
അതിന് ശേഷമാണ് ഇതിലേക്ക് ഇടുന്നത്. അരിയിട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ അരിയൊക്കെ നല്ലതുപോലെ ചൂടാകുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അരിയെല്ലാം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കണം കേട്ടോ. വെള്ളം ഒഴിക്കുന്നത് ചൂടുവെള്ളം വേണം. നമ്മൾ അരി എടുത്തതിൻ്റെ ഇരട്ടിക്കാണ് കേട്ടോ വെള്ളം എടുക്കുന്നത്. അതായത് 1 ഗ്ലാസ് അരിയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം, ആ ഒരു കണക്കിലാണ് എടുക്കുന്നത് കേട്ടോ. ചോറിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇടണം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് ഉപ്പ് പാകത്തിന് എന്ന് കൂടി നോക്കണേ. 1 സ്പൂൺ നാരങ്ങ നീര് കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. അത് ചോറുകൾ തമ്മിൽ ഒട്ടാതിരിക്കാനായിട്ടാണ്. അപ്പോൾ ഇനി നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇത് മൂടി വയ്ക്കാം. കുക്കറിൻ്റെ മൂടി വെച്ചിട്ടല്ല കേട്ടോ അത് വേവിക്കുന്നത്. കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ വേവൊന്നും ചിലപ്പോൾ കറക്റ്റായി വരില്ല. അപ്പോൾ വേറൊരു മൂടി വെച്ചിട്ടാണ് ഇത് അടച്ച് വയ്ക്കുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ഇവിടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വീണ്ടും 1 സ്പൂൺ കൂടി നെയ്യ് ഇടുന്നുണ്ട് കേട്ടോ. വീണ്ടും ഒന്നുകൂടി ഇളക്കുന്നുണ്ട്. ഇളക്കുന്ന സമയത്ത് ചോറ് അധികം ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് കോരി വെച്ച സവാള, അതുപോലെ ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ് ഇതെല്ലാം ഇതിലേക്ക് ഇടാം കേട്ടോ.